ടോക്സിക് കണ്ടു. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഗീതു മോഹൻദാസ് ആണ്. ഇതിന്റെ രചന ഗീതുവും യഷും ചേർന്നാണ് നിർവഹിച്ചിട്ടുള്ളത്. യഷിനൊപ്പം കിയാര അദ്വാനി, നയൻതാര തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ കന്നഡ ആക്ഷൻ ഡ്രാമ സിനിമയെ കുറിച്ച് മോശം ബാല്യത്തിന്റെ ഇരയായ രായനും ഗംഗയും. രായൻ ഒരു ഗ്യാങ്സ്റ്റർ ആയിട്ട് വളർന്നു വരുന്നു. ഒരുപാട് സ്ത്രീകൾ കടന്നുപോയ അയാളുടെ ജീവിതത്തിലേക്ക് ആത്മാഭിമാനമുള്ള ഒരു പെണ്ണ് വരുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും ഒക്കെയാണ് ഈ പടം പറയുന്നത്. ഈ വർഷത്തെ തന്നെ വേഴ്സ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയി മാറിയ പടമാണ് ടോക്സിക്. അന്യായ മേക്കിംഗ് ക്വാളിറ്റിയും വിഷ്വലുകളും ഒക്കെ ഉണ്ടെങ്കിലും ദുർബലമായ എക്സിക്യൂഷനും സ്ക്രിപ്റ്റുമാണ് പടത്തെ നശിപ്പിച്ചത്. ഇനി അങ്ങോട്ട് ചെറിയ സ്പോയിലേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിരുന്നു, പക്ഷേ രായൻ, ഗംഗ, നാദിയ എന്നീ ക്യാരക്ടേഴ്സുമായിട്ട് നമുക്ക് കണക്ട് ആവണം. ആയില്ലെങ്കിൽ ആദ്യ പകുതിയും തീരെ വർക്കാകില്ല. മോശമായ ബാല്യം, പിന്നെ എങ്ങനെ അയാൾ ഗ്യാങ്സ്റ്ററായി മാറി, അയാളുടെ സഹോദര സ്നേഹം, പ്രണയം, ഈ ഒരു കോറ് എനിക്ക് മനസ്സിലായി. പക്ഷെ അപ്പോഴും അനാവശ്യമായിട്ടുള്ള ഇതിന്റെ പുറം ലെയറുകളാണ് കല്ലുകടിയായത്. അതിമാനുഷികത്വം, അനാവശ്യമായ വയലൻസ്, കൊല്ലും കൊലയും സെക്സും, ഇതൊക്കെ കഥയ്ക്ക് ആവശ്യമുള്ളതിലും കൂടുതലാണ് പടത്തിൽ. ഇതൊന്നും ഇത്രയും ഇല്ലെങ്കിലും ഈ ബേസിക് കഥ നമുക്ക് പറയാൻ പറ്റും. പോരാത്തതിന് സെക്കൻഡ് ഹാഫിൽ അനാവശ്യ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഒക്കെ കൊണ്ടുവന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കി ചളവാക്കുകയും ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അവിയൽ പടം എന്ന് പറയാം. ഇതിലെല്ലാറ്റിലും ഉപരി ഈ കഥയും കഥാപരിസരവും ഒന്നും നമുക്ക് യാതൊരു തരത്തിലും കണക്ട് ആവുന്നില്ല എന്നുള്ളതാണ്. ലാർജർ ദാൻ ലൈഫ് കഥയാണ്, റിലേറ്റബിൾ ആവില്ല എന്നതൊക്കെ ഓക്കെ. പക്ഷെ എവിടെയെങ്കിലും നമുക്കൊന്ന് കണക്ട് ആവണ്ടേ? ഇത് മൊത്തം നടക്കുന്ന കഥ ഇന്ത്യയിൽ തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും യൂണിവേഴ്സ് ആണോ എന്ന് നമുക്ക് സംശയം തോന്നും. ഫസ്റ്റ് ഹാഫിൽ യഷ്, കിയാര, നയൻതാര ഈ മൂന്ന് പേരുടെയും ക്യാരക്ടേഴ്സും പെർഫോമൻസും കൊള്ളാമായിരുന്നു. KGF മാസ് സ്റ്റൈൽ രംഗങ്ങളൊക്കെ, ആക്ഷനൊക്കെ യഷ് നന്നായിട്ട് തന്നെ ചെയ്തു. പക്ഷേ പടത്തിന്റെ തേർഡ് ആക്ടില് കുറച്ച് സൈക്കോളജിക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ വളരെ മോശം അഭിനയമാണ് കാഴ്ചവെച്ചത്. ടെറിബിൾ എന്ന് തന്നെ പറയാം. തിയേറ്ററിൽ കൂട്ടച്ചിരിയായിരുന്നു. ഈ സ്റ്റൈലും ആക്ഷനും അപ്പുറം ഇമോഷൻസ് പ്രോപ്പറായിട്ട് കൺവേ ചെയ്യാൻ കൊള്ളില്ല എന്ന് തോന്നിച്ച പ്രകടനമായിരുന്നു. പുള്ളിയെ മാത്രം പറഞ്ഞിട്ടും കാര്യമില്ല, എഴുതി വെച്ചേക്കുന്നത് അങ്ങനെയാണ്. നാടക ഡയലോഗ്, പിന്നെ ഇതിന്റെ സ്റ്റേജിങ് ആണെങ്കിലും ഒക്കെ വൻ ശോകമാണ്. കിയാര അദ്വാനി, നാദിയ ആയിട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു. ഉള്ള അത്രയും ഭാഗം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നയൻതാരയും കിട്ടിയ ഭാഗം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നായകനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന, എപ്പോഴും ഇങ്ങനെ ഗണ്ണുമായിട്ടൊക്കെ നടക്കുന്ന, ആരെയും കൂസാത്ത ഗംഗ എന്ന സ്ട്രോങ് ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞായിരിക്കും പുള്ളിക്കാരി കൺവിൻസ് ചെയ്യിപ്പിച്ചത്. പക്ഷേ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഗംഗയുടെ ഒഴുക്ക് പാതാളത്തിലേക്കായി പോയി എന്ന് മാത്രം. യഷിന്റെ ആത്മസുഹൃത്ത് പോലെയുള്ള എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് സുദേവ് നായർ വന്നിട്ടുണ്ട്. പക്ഷെ പടത്തിൽ പുള്ളി വാ തുറന്നിട്ടില്ല. ഹുമ ഖുറേഷി, താര സുതരിയൊക്കെ ഓവർ ആക്ടിംഗ് ആയിട്ടാണ് തോന്നിയത്. രുക്മിണി വസന്തിന് ഒരു ക്ലീഷ തല്ലിപ്പൊളി റോളാണ്. പടത്തിന്റെ മേക്കിംഗ് ക്വാളിറ്റി കിടുവാണ്. ഭയങ്കര സ്റ്റൈലിഷ് ആണ് രാജീവ് രവിയുടെ വിഷ്വൽസ്. കളർ ടോൺ കൊള്ളാമായിരുന്നു. രവി ബസ്രൂറിന്റെ മ്യൂസിക്കും കൊള്ളാം. VFX കുറെ ഇടങ്ങളിൽ ശോകമായിട്ട് തോന്നി. എഡിറ്റിംഗിൽ കുറെ കാര്യങ്ങൾ കട്ട് ചെയ്യാമെന്നും തോന്നി. ആക്ഷൻ സീക്വൻസുകൾ, പ്രത്യേകിച്ച് സർക്കസിലേത് നൈസ് ആയിരുന്നു. യാതൊരു ഇമോഷണൽ കണക്ഷനും തോന്നുന്നില്ല എന്നുള്ളത് തന്നെയാണ് പടത്തിന്റെ മെയിൻ നെഗറ്റീവ്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ക്യാരക്ടേഴ്സ്, അവരുടെ ഡെവലപ്മെന്റ്സ്, മോശം ഡയലോഗുകൾ, സിമ്പിൾ ബേസിക് സ്റ്റോറിയിൽ വെറുതെ ബ്രൂട്ടൽ വയലൻസ്, ചുമ്മാ കുത്തിക്കയറ്റതുപോലെയുള്ള കുറെ അടൽ രംഗങ്ങൾ, ഇതെല്ലാം കൊണ്ട് പൊതിഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കി വൃത്തികേടാക്കി മാറ്റിയ ഒരു പടമാണിത്. ഇതിപ്പോ ഒരുമാതിരി എന്തോ കഞ്ചാവ് അടിച്ചെഴുതിയ സ്ക്രിപ്റ്റ് പോലെയുണ്ട്. ചില സമയത്തെ ഡയലോഗുകൾ അതിനാടകീയത നിറഞ്ഞതും അസഹനീയവുമാണ്. ഞാൻ ആദ്യം വിചാരിച്ചു മലയാളം ഡബ്ബിംഗ് ആയതിന്റെ പ്രശ്നമാണെന്ന്. പക്ഷേ ഏത് ഭാഷയിലാണെങ്കിലും കോർ സംഭവം ഇത് തന്നെയാണല്ലോ. സത്യത്തിൽ പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ട ഗ്യാങ്സ്റ്റർക്ക് വട്ടുപിടിച്ചു എന്ന കഥ സിമ്പിൾ ആയിട്ട് ലോ ബജറ്റിൽ ഫെസ്റ്റിവൽ ഫിലിം സ്റ്റൈലിൽ എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിലും ബെറ്റർ ആയേനെ എന്ന് തോന്നി. സോ മൊത്തത്തിൽ വമ്പൻ വിഷ്വൽ ക്വാളിറ്റി ഉള്ള, സ്റ്റൈലിഷ് മേക്കിംഗ് ഒക്കെ ഉള്ള, എന്നാൽ മോശം സ്ക്രിപ്റ്റും മോശം ആക്ടിംഗ്, മോശം ഡയലോഗ്സ് ഒക്കെ കൊണ്ട് ഒന്നും വർക്കാകാതെ പോയ ഒരു പടമാണ് ടോക്സിക്. എനിക്ക് പേഴ്സണലി പടം ഒട്ടും വർക്കായില്ല, ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതൊരു ഗംഭീര സിനിമയായിട്ട് തോന്നിയേക്കാം. 3 മണിക്കൂർ 15 മിനിറ്റ് എങ്ങാണ്ടാണ് സിനിമയുടെ റൺ ടൈം. 18+ ആണ് സ്ട്രിക്ട്ലി, അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.